ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കിച്ചൺ ക്ലീനിങ് ഉണ്ട്. പിന്നെ ഇന്ന് ഗ്രോസറി വാങ്ങിച്ച ദിവസമായിരുന്നു. ഇന്ന് സാറ്റർഡേ ആണ്, സൺഡേ ആണ്. അപ്പോൾ ഗ്രോസറി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഓഫറിനനുസരിച്ചാണല്ലോ സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പം ഒരു സംഭവം നമുക്ക് വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ ഇന്ന് കിച്ചൺ ക്ലീൻ ആവുകയുള്ളൂ. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് കുറച്ചുണ്ട്. നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പുണ്ട്, അവിടെ പോകണം. പിന്നെ നല്ല തൊണ്ട വേദനയാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. അതായത് തണുപ്പല്ലേ, അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ടൊന്ന് ആവി പിടിക്കാനുണ്ട്. ഇതിലാണ് ഞാൻ ആവി പിടിക്കുക. അപ്പോൾ അങ്ങനെ ആവി പിടിക്കണം. പിന്നെ നമുക്കിനിയിപ്പോൾ കുറച്ച് ക്ലീനിങ് ഉണ്ട്, അതൊക്കെ നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ്. ഇവിടെ ഞാൻ ലൈറ്റ് ഓഫാക്കി ഇട്ടേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുക്കണം. അപ്പം ഇവിടെ ഞാനിങ്ങനെ നടക്കും. ഇപ്പോൾ ഇരുട്ടാണ്, ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഈ വേസ്റ്റ് കളയാനുണ്ട്. ഞാൻ ചായ കുടിച്ചിട്ട് കപ്പ് കൊണ്ട് ഇരിക്കുന്നുണ്ട്, ആ വേസ്റ്റ് കളയാനുണ്ട്. അവിടെ കുറച്ച് വേസ്റ്റ് ഉണ്ട്, അത് കളയാനുണ്ട്. ഇതൊക്കെ ഇനി കളയണം. കിച്ചൺ ക്ലീൻ ചെയ്യണം. പെട്ടെന്ന് പരിപാടികളൊക്കെ തീരും കേട്ടോ. രാത്രിയത്തെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. പിന്നെ ഉള്ളിൽ നല്ല കഫം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഡെയിലി ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് ആവി പിടിക്കാറ്. ഇഡ്ഡലി ചെമ്പിൽ തന്നെയാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ചൂടാക്കി എടുക്കാറ്. ഇപ്പോൾ റൈസ് ഉണ്ടെങ്കിലോ ചിക്കൻ ഉണ്ടെങ്കിലോ ഒക്കെ നന്നായിട്ട് ചൂട് കയറുക ഇഡ്ഡലി ചെമ്പിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ ചൂടാക്കി എടുക്കാറ്. അപ്പോൾ തലേ ദിവസം നമ്മൾ ചിക്കൻ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു. അതിന് ബാക്കി ഉണ്ടായിരുന്നത് അത് ചൂടാക്കിയത് ഇതിലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ ആവി പിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഫുഡ് നല്ല ഓയിലി ആയിരുന്നു, അതുകൊണ്ട് ക്ലീൻ ആവാൻ ഇത്തിരി സമയം എടുക്കും, അതാ പ്രശ്നം. ഇതൊരു ഫ്ലാസ്ക് പോലത്തെയാണ് കേട്ടോ. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ചായ കൊണ്ടുപോകാം. ഒരു 3-4 മണിക്കൂർ ലാസ്റ്റ് ചെയ്യും. നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. ഇപ്പം ഞാൻ കഴുകാൻ വേണ്ടി വെച്ചപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ UAE നാഷണൽ ഡേ ആയതുകൊണ്ട് 4 ദിവസം മുടക്കായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കായിരുന്നു. അതിൽ ബാലൻസ് വന്നതാണ് ഈ പേരയ്ക്ക, പ്ലമ്മൊക്കെ. പേരയ്ക്ക് പിന്നെയും കഴിച്ചിരുന്നു, പക്ഷെ പ്ലം ഇടയ്ക്കിടയ്ക്ക് കേട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നത്തോട് കൂടി ഇത് തീർക്കണം എന്ന് വെച്ചിട്ട് എടുക്കാം കേട്ടോ. പേരയ്ക്ക് എന്തായാലും ഇന്നത്തോടു കൂടി തീരും. പക്ഷേ പ്ലമ്മിൻ്റെ അകത്തുള്ളൊരു സംശയമായിരുന്നു. പ്ലമ്മിൻ്റെ അകത്തൊക്കെ കേടുപാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് ഡൗട്ടായിരുന്നു, അത് കേട് തന്നെയാണോ അതോ അങ്ങനെ തന്നെ ഉണ്ടോയെന്ന്. കാരണം നമ്മൾ കട്ട് ചെയ്ത് കഴിക്കാറില്ലേ, ജസ്റ്റ് കടിച്ചാണ് ഞാൻ പ്ലം കഴിച്ചിട്ടുള്ളത്. എന്തോ കട്ട് ചെയ്യാൻ തോന്നിയപ്പോഴാണ് കേടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഉറപ്പിച്ചു കേട് തന്നെയാണെന്നുള്ളത്. ആദ്യവും ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി പഴുപ്പ് കൂടിയിട്ടാണോ, എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴേ നിങ്ങൾ കാണില്ലേ, ഇത് ശരിക്കും കേട് തന്നെയല്ലേ, അല്ലാതെ പഴുപ്പ് കൂടിയതല്ലല്ലോ. എനിക്ക് കേടായിട്ടാണ് തോന്നിയത്. ഞാനിത് വാങ്ങിച്ചിട്ട് കഴിച്ചതേ ഇല്ല കേട്ടോ. ആഗ്രഹം കൊണ്ട് കണ്ടപ്പോൾ വാങ്ങിച്ചു പോയതാണ്. പക്ഷെ ഞാൻ പ്ലം കഴിച്ചതേ ഇല്ല. പേരയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പേരയ്ക്ക എൻ്റെ വീട്ടിലും പേരയ്ക്കയുടെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പൊട്ടിച്ച് കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ വാങ്ങുമ്പോൾ അതിശയം തോന്നാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യാൻ നാട്ടിൽ കൊച്ചിയിൽ നിന്നപ്പോഴും പേരയ്ക്ക ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തൊരു ഷോപ്പുണ്ട് ഫ്രൂട്ട്സിൻ്റെ, അവിടെ നിന്ന് ഇതുപോലെ വാങ്ങിച്ച് കഴിക്കുമ്പോഴും എനിക്കിതുപോലെ വീട്ടിൽ നമ്മൾ പൊട്ടിച്ച് കഴിക്കുന്നതൊക്കെ എൻ്റെ ഒസ്റ്റൊക്കെ ഓർമ്മ വരും. ഇങ്ങനെ കണ്ടില്ലേ, ഇതെന്തായാലും കേടല്ലേ, ഇതൊരിക്കലും ഒറിജിനൽ അല്ലല്ലോ, അതായത് പഴുത്തിട്ടുള്ള ഒരു സംഭവം അല്ലല്ലോ. എനിക്ക് കേട് പോലെയാണ് ഫീൽ ചെയ്തത്. രാത്രിയിലെ കിച്ചൺ ക്ലീനിങ് അത് മസ്റ്റാണ്. ഇവിടെ എനിക്ക് എത്ര തുടച്ചാലും മതിയാവില്ല, എന്നും തുടയ്ക്കും. അതൊരു 3-4 നേരം തുടയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോഴും ഞാൻ തുടയ്ക്കും. എന്താണെന്നറിയില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി. അത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ കുക്കിങ്ങൊക്കെ നന്നായി സ്റ്റാർട്ട് ചെയ്തത്. വീട്ടിലുള്ളപ്പോഴൊന്നും കുക്ക് ചെയ്യാറില്ല. പിന്നെ ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ ഹോസ്റ്റലിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അവിടെ പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ലല്ലോ. വീട്ടിലായാലും അങ്ങനെ കാര്യമായിട്ട് അടുക്കള ക്ലീൻ ചെയ്യാനോ ഒന്നും ചെയ്യാൻ നമുക്ക് വരാറില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അതിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെ തന്നെയാണ്. പിറ്റേ ദിവസം വന്നിട്ട് കിച്ചൺ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കിച്ചൺ, നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് ചോറും കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്, അല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അങ്ങനെ? നാളെ ബ്രെഡും മുട്ടയും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഗ്രോസറി വാങ്ങിച്ചപ്പോൾ മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കാൻ കേട്ടോ. 4 മുട്ടയാണ് ഞാൻ ബോയിൽ ചെയ്യാനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോഴേ
ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒന്ന് തുടയ്ക്കണം. പിന്നെ ഇവിടെ ഇതൊന്ന് അടിക്കണം. പക്ഷേ അടിക്കല്ല, കഴുകണം. അതിന് മുന്നേ നമുക്ക് കടയിൽ പോകാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നടക്കാൻ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ പോകാൻ വെച്ചിട്ടാണ്. അപ്പോൾ വന്നിട്ട് ഇത് കഴുകിയാലും മതിയല്ലോ. അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് തുടയ്ക്കണം. പിന്നെ നമ്മുടെ ഇതുണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചത് കഴിക്കണം. ഫ്രൂട്ട്സ് ഇപ്പോൾ കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതല്ലേ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. തൊണ്ടവേദനയും കോൾഡൊക്കെ ഉള്ളതല്ലേ, കഫമൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് അങ്ങനെ തൊട്ടടുത്തേക്കുള്ള ഷോപ്പിലോട്ട് പോവാണ് കേട്ടോ. നല്ല തണുപ്പുള്ളതുകൊണ്ട് സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. രാത്രി ഈ നടത്തം പതിവാണ്. മിക്ക ദിവസങ്ങളിലും രാത്രി ഇങ്ങനെ നടക്കാറുണ്ട്. ഇപ്പം എൻ്റെ മനസ്സിൽ പോകുന്നത് എന്താ അറിയോ, ഇങ്ങനെ നടക്കുന്ന സുഖം ഈ ലോകത്തിൻ്റെ വേറെ ഏത് കോണിൽ പോയാലും കിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ 4 ദിവസമൊക്കെ യാത്ര ചെയ്തല്ലോ ഈ നാഷണൽ ഡേ ആയിട്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ വന്നതിന് ശേഷം ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യാണ്. ചിലപ്പോൾ അങ്ങനെ യാത്ര ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്ലൈമറ്റ് മാറിയതുകൊണ്ടായിരിക്കാം. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. പൊതുവേ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ. പക്ഷെ കൂടുതൽ യാത്രകളൊന്നും ചെയ്യാറില്ല. എപ്പോഴും പണികൾ, നമ്മുടെ കാര്യങ്ങൾ അതിൽ എൻഗേജ്ഡ് ആയിട്ട് നടക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ അധികം യാത്ര ചെയ്യാനുള്ള സമയവും സാഹചര്യങ്ങളും വരാറില്ല. പക്ഷേ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മോ ശരിക്കും നല്ല ക്ഷീണമായി. അങ്ങനെ ഇത് വാങ്ങാനാണ് നമ്മൾ വന്നിക്കണത്. പിന്നെ അതിന് ശേഷം ഒരു കോഫി പൗഡറൊക്കെ വാങ്ങി രാത്രി എന്തായാലും കോഫി ഇട്ടിട്ട് ചായ ഒക്കെ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. ചൂടുവെള്ളം ഉള്ളിലോട്ട് പോട്ടെ എന്ന് വിചാരിച്ച് അതൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് മടങ്ങുന്നത്. ഈ ഷോപ്പിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യത്തിന് ഓടി ഓടി വരുന്നതുകൊണ്ട് കാണാണ്ടായിക്കഴിഞ്ഞാൽ അവർ തന്നെ ചോദിക്കും, എവിടെയായിരുന്നു, റൂം മാറിപ്പോയോ, സ്ഥലം മാറിപ്പോയോ, നാട്ടിൽ പോയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഷോപ്പിംഗ് എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് അത് മാത്രമേ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. സമയം 9:30 ആയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ആ പ്ലേറ്റ്സൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് മുട്ട ബോയിൽ ചെയ്തത് ഒന്ന് കുരുമുളകൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കണം. അത് കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു. എൻ്റെ ഫേസിൽ എന്തൊരു ടയർഡ്നെസ്സാണ്, എനിക്ക് തന്നെ കണ്ടിട്ട് എന്തോ പോലെയാവാണ്. അപ്പോൾ കോഫി ഇട്ടിട്ടുണ്ട്, കണ്ടിട്ട് കാടിവെള്ളം പോലെ ഉണ്ട്. എന്തായാലും ഇത് കുടിക്കുക. കുറച്ച് ഞാൻ കുടിച്ചു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി.